the show Breakfast with Kochu. So, കുറേ എപ്പിസോഡുകളായിട്ട് ഫേമസ് പെയിന്റർ ചന്ദ്രബാബു സർ നമുക്ക് പെയിന്റിങ്ങിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ എപ്പിസോഡിലും നമുക്ക് പെയിന്റിങ്ങിനെ പറ്റി സ്പെഷ്യലി സർ എന്താ പറഞ്ഞു തരുന്നത് നമുക്ക് കണ്ടു നോക്കാം. തീർച്ചയായും. സോ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് വാട്ടർ കളറാണ്. വർണ്ണത്തിന്റെ ലോകത്തേക്ക് നമ്മൾ യാത്രയാവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിന്റെ സാധ്യതകളും അതിന്റെ ലൈറ്റ്, ഷെയ്ഡ് എന്നിവയെ കുറിച്ചാണ് പഠിച്ചത്. അതേ ലൈറ്റ്, ഷെയ്ഡ്, ഷാഡോ ഒക്കെ വാട്ടർ കളറിന് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സ്പീഡിൽ ഇവിടെ നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? നമുക്ക് റെഡിയാവാം. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്. കൂട്ടുകാർ റെഡിയല്ലേ? വാട്ടർ കളർ പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പെൻസിൽ വേണം ഡ്രോ ചെയ്യാൻ, പിന്നെ ബ്രഷുകൾ വേണം. ഏറ്റവും വലിയ ബ്രഷുകൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്പോഞ്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തും കൈകൊണ്ട് വേണമെങ്കിൽ തം പെയിന്റിങ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യുന്ന കളറുകൾ എപ്പോഴും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കണം. ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളറാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഒപ്പം നമുക്ക് വിവിധ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യാം, ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം, ക്ലോത്ത് യൂസ് ചെയ്യാം, ഫിംഗർ യൂസ് ചെയ്യാം. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ചെയ്യാം. ഒപ്പം നമ്മുടെ പാലറ്റ് മറന്നു പോവില്ലേ? പാലറ്റിനകത്ത് ആദ്യം തന്നെ കളർ എടുത്ത് വെക്കണം. ഒപ്പം ബ്രഷ്, വലിയ ബ്രഷ് യൂസ് ചെയ്യാം, ചെറിയ ബ്രഷ് യൂസ് ചെയ്യാം. എല്ലാം ബ്രഷ്, വാട്ടർ. പുതിയ ലോകത്തേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വർണ്ണങ്ങളുടെ ലോകത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് വാട്ടർ കളർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായ രീതിയിൽ വർണ്ണങ്ങളുടെ ലോകത്തേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തുടങ്ങാം കൂട്ടുകാരെ. ആദ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായിട്ട് വെള്ളത്തിൽ നമ്മൾ ബ്രഷ് വാഷ് ചെയ്തു. കളർ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെമൺ യെല്ലോ യൂസ് ചെയ്യുന്നു. ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് ഈ പ്രതലത്തിൽ ഇങ്ങനെ മുകളിൽ വളരെ ഒറ്റ ലെയറിൽ ചെയ്ത് കഴിഞ്ഞു. ഒപ്പം അടുത്ത ഒരു ക്രോം യെല്ലോ യൂസ് ചെയ്യുന്നു. ക്രോം യെല്ലോ യൂസ് ചെയ്യുന്നത് കുറച്ച് വൈറ്റ് സ്പേസ് ഇട്ടിട്ടാണ്. വീണ്ടും നമ്മൾ സാപ്പ് ഗ്രീൻ, ക്രോം യെല്ലോ യൂസ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുന്നു. വീണ്ടും ഇപ്പുറത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു. കണ്ടോ? ഇതേ വർണ്ണം വരുന്നത് കണ്ടോ? നമ്മൾ എപ്പോഴും വാട്ടർ ഉള്ളത് കൊണ്ടാണ് അതിന്റെ വർണ്ണങ്ങൾ മിക്സിങ് വരുന്നത്. നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാട്ടർ കളറിൽ 3 ലെയറാണ് ചെയ്യുക. 3 ലെയറിൽ ആദ്യ ലെയറാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് ആദ്യ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഡ്രൈ ആവുന്നത് വരെ കാത്തിരുന്നാലേ സെക്കൻഡ് ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്കിവിടെ ആദ്യ ലെയറിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബ്രൈറ്റ് കളേഴ്സ്, യെല്ലോ ഇത് കിട്ടിയിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് നമ്മൾക്ക് റെഡ് പ്ലസ് യെല്ലോ, ഓറഞ്ച് കളറും കൂടെ നമുക്ക് അതിന് കൂടെ കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അല്പം റെഡ് ഇതിൻ്റെ കൂടെ യെല്ലോ, ഓറഞ്ച് കിട്ടിയിട്ട് നമുക്കൊരല്പം ഇവിടെ മുകളിലൊരു വെച്ച് കൊടുക്കാവുന്നതാണ്. അത് വേഗം അതിൻ്റെ കൂടെ ലയിച്ച് വരും. ഇത് യൂസ് ചെയ്യുന്നത് റൗണ്ട് ബ്രഷാണ്. റൗണ്ട് ബ്രഷ് നമ്മൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട്, ഡീറ്റെയിലിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഫ്രഷ് കളർ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഈവനിങ് ടൈമിൽ വരുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. വീണ്ടും കളറിൻ്റെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ ആദ്യത്തെ ഒരു പിന്നെ വീണ്ടും യൂസ് ചെയ്യാവുന്നത് ബ്ലൂ പ്ലസ് ക്രിംസൺ റെഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വയലറ്റ്, ഒരല്പം ഈവനിങ് ടൈമിൽ വയലറ്റ് ടോൺ നമുക്ക് അല്പം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കുറച്ചിങ്ങനെ ഉണ്ടാവും. ഓക്കെ, കണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള രണ്ടാമത്തെ ലെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ വയ്ക്കാം. നമുക്ക് വീണ്ടും ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് ലെയർ ഞാൻ ചെയ്തു തുടങ്ങുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടോ, ഇവിടെ നിന്ന് വേണ്ട കാര്യങ്ങൾ കുറച്ച് ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ആളുകളെ ചെയ്യാവുന്നതാണ്. കളർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ നമുക്ക് വരും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ ആളുകളെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോക്സ് കൊടുത്തിട്ട് ഒരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സ്ട്രോക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ കളറിലും മറ്റിതിലും. അപ്പം നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുത്തിട്ട് ഒരു ഇത് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ആളുകളുണ്ടെന്ന് ഫീൽ ചെയ്യും.
അപ്പോൾ ഈ ലാൻഡിൽ നിറയെ ആളുകളെ ഉള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ആളുകളെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ വരയ്ക്കുന്നില്ലേ? ആ, ഇത് വരച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൈൻസും ഡോട്ടും വരച്ചു കഴിഞ്ഞാൽ ആളുകളാണെന്ന് ഫീൽ ചെയ്യും. ആളുകൾ നടന്നു പോകുന്ന അവരുടെ ഷാഡോയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് ഒരു ഈ പ്രകൃതിയിലെ കുറേ ആളുകൾ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഷാഡോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റിന് ഓപ്പോസിറ്റ്സ് ഷെയ്ഡും ഷാഡോയും വാട്ടർ കളറിൽ ഫീൽ ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ചിത്രരചനാ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ടോ? ഇപ്പം നമ്മൾക്ക് വളരെ പെട്ടെന്ന് സെക്കൻഡ് ലെയർ നമ്മൾ തീരാറായി. സെക്കൻഡ് ലെയർ കഴിഞ്ഞാൽ തേർഡ് ലെയർ എന്ന് പറയുന്നത് ഏറ്റവും ഡാർക്കായിട്ടുള്ള സ്ഥലം വയ്ക്കുക എന്നുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കും ഒറ്റ ലെയറിൽ തന്നെ തീർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ സെക്ഷനിലെ വാട്ടർ കളർ സെക്ഷനിലെ ഈ സെക്ഷൻ അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ സെക്കൻഡ് ലെയർ കഴിഞ്ഞിരിക്കുന്നു. ചിത്രം മുഴുവൻ പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചിത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ വാട്ടർ കളർ ചിത്രം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളറാണ്. ബ്രഷ്, സ്പോഞ്ച്, മറ്റ് റൗണ്ട് ബ്രഷ്, ഫ്ലാറ്റ് ബ്രഷ് എന്നിവയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രരചനാ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ടോ വാട്ടർ കളർ സെക്ഷൻ? എന്തായാലും അമിഗോസ് കൂട്ടുകാര് വളരെ സന്തോഷവാനാണ്. എന്തായാലും കൊച്ചു ടിവിയുടെ ഈ പ്രേക്ഷകർക്ക് ഈ ചിത്രം ഞാൻ സമർപ്പിക്കുകയാണ്. സോ പെയിന്റിങ്ങിനെ പറ്റി കൂട്ടുകാർ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബ്രേക്ക് എടുക്കാം. സോ ഹാവ് എ പിസ്താഷിയോ ബ്രേക്ക്.